അന്തർദേശീയ വാർത്തകളിലേക്ക് പോയാൽ ഏറ്റവും പ്രധാനം നമ്മളുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. വോട്ടെണ്ണൽ മന്ദഗതിയിൽ അവിടെ പുരോഗമിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആദ്യ സൂചനകൾ അനുസരിച്ച് പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഇമ്രാൻഖാന്റെ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയും ഒപ്പത്തിനൊപ്പമാണ്. ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി തൊട്ടു പിന്നാലെയുണ്ട്. നവാസ് ഷെരീഫിന്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫ് വിജയിച്ചതായുള്ള പ്രഖ്യാപനവും വന്നു. വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തെഹ്രീക്ക് ഇൻസാഫ് നേതാക്കൾ രംഗത്തുണ്ട്. വിവരങ്ങളുമായി അശ്വിനി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അശ്വിനി, ആദ്യം തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി അവരുടെ മുന്നേറ്റം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ ഇരു പാർട്ടികളും ഒപ്പത്തിനൊപ്പം എന്നതാണ്. എത്രമാത്രം വിശ്വസനീയമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ എന്താണ്? രേണുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയാം പാകിസ്ഥാനിൽ നടക്കുന്നത്. തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടിയും തമ്മിൽ തന്നെയാണ് പ്രധാനമായും മത്സരം. ബിലാവൽ ഭൂട്ടോയുടെ PPP തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെ ആണ് പാകിസ്ഥാനിൽ നടക്കുന്നതെന്ന് വേണം ആദ്യ ഫലസൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ. വോട്ടെണ്ണൽ 10 മണിക്കൂർ പിന്നിടുമ്പോഴും ഏതാനും സീറ്റുകളുടെ ഫലവിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മൊബൈൽ ഇന്റർനെറ്റിനടക്കമുള്ള ഒരു നിരോധനം അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം ഇതിന്റെ ഫലസൂചനകൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന് ഏറെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹങ്ങളടക്കം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക അടക്കം ഈ തെരഞ്ഞെടുപ്പിനെ പ്രക്രിയകളിൽ ചില ക്രമക്കേടുകളടക്കം ഉണ്ടെന്ന തരത്തിലുള്ള നിലപാടുകളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധേയം വോട്ടെടുപ്പ് കഴിഞ്ഞ് അതിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചതിന് ശേഷമാണ് തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് രംഗത്ത് വരുന്നത്. അതേസമയം വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴും തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി ഏതാനും സീറ്റുകൾക്ക് മുന്നിലാണെന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇത്തരത്തിൽ മുന്നിൽ നിൽക്കുമ്പോഴും വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ശ്രദ്ധേയം എന്ന് പറയുന്നത് ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കവെയാണ് തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതും സ്വന്തം ചിഹ്നം ക്രിക്കറ്റ് ബാറ്റ് എന്ന ചിഹ്നം ഉപയോഗിക്കാതെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മിക്കവരും എല്ലാവരും സ്വതന്ത്രർ അല്ലെങ്കിൽ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സ്വതന്ത്രർ എന്ന നിലയിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി പ്രവചനങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുന്നേ നവാസ് ഷെരീഫിന്റെ പാർട്ടി വിജയിക്കുമെന്ന് അല്ലെങ്കിൽ മുൻതൂക്കം നവാസ് ഷെരീഫിനായിരുന്നു കൽപ്പിച്ചു കൊടുത്തിരുന്നത്. പ്രത്യേകിച്ചും സൈന്യത്തിന്റെ അടക്കം പിന്തുണ നവാസ് ഷെരീഫിന് ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത്. രേണുക, ശരി. അശ്വിനിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.